വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ക്വിക്ക് റിവിഷനിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇറിഗേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. സോ ഇറിഗേഷൻ എന്താണ് ഇറിഗേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് വാട്ടർ ടു ദ ഫീൽഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഓക്കെ, അതാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇറിഗേഷൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ആർട്ടിഫിഷ്യലി വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇറിഗേഷൻ ഒരുപാട് നെസസിറ്റി ഉണ്ട്. അതുപോലെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻഫോൾ ഉള്ളിടത്ത് അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പെർണിയൽ ക്രോപ്പ്. പെർണിയൽ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദി ഇയറിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രോപ്പാണ് പെർണിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻ ഡെസേർട്ട് ഏരിയയിലുള്ള അഗ്രികൾച്ചറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്. അതുപോലെ തന്നെ ഈ നെസസിറ്റി ബെനിഫിറ്റ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഇൻക്രീസ് ഇൻ ക്രോപ്പ് ഈൽഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ഫെമൈൻ എന്ന് വെച്ചാൽ ദാരിദ്ര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൾട്ടിവേഷൻ ഓഫ് സുപ്പീരിയർ ക്രോപ്സ്, എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹൈഡ്രോ പവർ ജനറേഷൻ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മെയിനായിട്ട് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. ടൈപ്സിലെന്ന് പറയുമ്പോൾ രണ്ട് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് സോഴ്സ് ഓഫ് ലെവൽ ഓഫ് വാട്ടറും, രണ്ടാമത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ഇറിഗേഷനുമാണ്. അതിൽ ഫസ്റ്റ് സോഴ്സസ് ബേസ് ചെയ്തിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്നാമത്തേത് ഫ്ലോ ഇറിഗേഷനാണ്. ഫസ്റ്റ് വൺ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ട് ഗ്രാവിറ്റി ബേസിസിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇഫ് വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് ഹൈ ലെവൽ, ഇറ്റ് ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ഫീൽഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇതിൻ്റെ തന്നെ രണ്ടാമത്തേത് പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷനാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ലോ ലെവലിലുള്ള വാട്ടർ ആയിരിക്കും നമ്മൾ ഹൈ ലെവലിലോട്ട് എടുക്കുന്നത്. പക്ഷേ അത് മാനുവലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉള്ള ഒരു ഹെൽപ്പോട് കൂടി മാത്രമേ ആയിരിക്കും നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ വെല്ലാണ്. ഓക്കെ, ഇഫ് വാട്ടർ ഈസ് ലിഫ്റ്റഡ് അപ്പ് ആൻഡ് ദെൻ സപ്ലൈഡ് ടു ലാൻഡ്, ഇറ്റ് ഈസ് കോൾഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. അപ്പോൾ ഇതാണ് സോഴ്സസ് ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ. അടുത്ത് പറയുന്ന ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഡ്യൂറേഷൻ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഒന്ന് പെർണിയൽ ഇറിഗേഷനും രണ്ടാമത്തേത് ഇനണ്ടേഷൻ ഇറിഗേഷനും ആണ്. അതിൽ പെർണിയൽ ഇറിഗേഷൻ എന്ന് പറയുമ്പം ത്രൂ ഔട്ട് ദ ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇറിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെർണിയൽ ഇറിഗേഷൻ എന്നും, ഫ്ലഡ് വരുന്ന സമയത്ത് മാത്രമാണ് ഇറിഗേഷൻ പോസിബിൾ എങ്കിൽ അതിന് ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്നുമാണ് പറയുന്നത്. ഈ ഇനണ്ടേഷൻ ഇറിഗേഷനെ തന്നെ ഫ്ലഡ് ഇറിഗേഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. അടുത്തത് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതാണ് മെയിനായിട്ടുള്ള 4 ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫയർ ഇൻറ്റു 3 ടൈപ്സ് ആണ്. ഫ്ലഡിംഗ് മെത്തേഡ്, ഫറോ മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. ഈ ഫ്ലഡിംഗ് മെത്തേഡ് തന്നെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്, വൈൽഡ് ഫ്ലഡിംഗ് ആൻഡ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. കൺട്രോൾഡ് ഫ്ലഡിംഗ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂർ ലാറ്ററൽസ്, ബോർഡർ സ്ട്രിപ്പ്, ചെക്ക് ഫ്ലഡിംഗ്, ബേസിൻ ഫ്ലഡിംഗ്, സിക്സാക് മെത്തേഡ്. ഇതിൽ സർഫസ് ഫ്ലഡിംഗ് എന്ന് പറയുമ്പോൾ സർഫസിലോട്ടായിരിക്കും നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. സബ് സർഫസും ഡ്രിപ്പ് ഇറിഗേഷൻ, അല്ലെങ്കിൽ ഡ്രിപ്പിനെ പറയുന്ന വേറൊരു പേര് ട്രിക്കിൾ ഇറിഗേഷൻ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രിപ്പിൻ്റെ വേറൊരു പേര് ട്രിക്കിൾ ഇറിഗേഷൻ ആണ്. അപ്പോൾ സബ് സർഫസും ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റൂട്ടിലോട്ടായിരിക്കും നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ പറയുന്ന സമയത്ത് അതിന് 95% ആണ് അതിൻ്റെ എഫിഷ്യൻസി പറയുന്നത്. അതുപോലെ തന്നെ ഈ വാട്ടർ സ്കേസിറ്റി ഏരിയയിലൊക്കെയാണ് നമ്മൾ ഡ്രിപ്പ് അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലടുത്ത് പറയുന്നൊരു സംഭവമാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. സ്പ്രേ ടൈപ്പിൽ നമ്മൾ വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സസീവായിട്ടുള്ള പെർമിബിൾ ആയിട്ടുള്ള സോയിൽസ് ഒക്കെ ഉള്ളിടത്താണ് നമ്മളിത് ചെയ്യുന്നത്. ഇറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഒരു 80% അടുപ്പിച്ചായിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്. ഇനി ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 മെത്തേഡാണ്. ഒന്ന് കോണ്ടൂർ ഫാമിങ്ങും പിന്നെ ഉള്ളത് കോണ്ടൂർ ലാറ്ററൽസും. ഇതിൽ ഈ കാണിച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷൻ, സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഇതാണ് സർഫസ് ഇറിഗേഷൻ.
ഇതാണ് കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തേയിലത്തോട്ടമൊക്കെ കാണുന്നില്ലേ, പൊന്മുടി ഏരിയ അല്ലെങ്കിൽ മൂന്നാറിലോട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ കോണ്ടൂർ ഫാമിംഗ് ആണ്. ഈ കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ബണ്ട് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്ഡ് മാനറിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ഈൽഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇടയിൽ ലാറ്ററൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെയുള്ളത് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, ഫ്ലഡിങ്, ഇതുപോലത്തെ ഒരു 1-2 മെത്തേഡ് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അടുത്ത PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് റിംഗ് ബേസിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ് റിംഗ് ബേസിൻ മെത്തേഡ്. ഇത് ഏത് ക്രോപ്സിനാണ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ റിംഗ് ബേസിൻ മെത്തേഡ് നോർമലി ഓർക്കിഡ് ടൈപ്പ് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സിനൊക്കെയാണ് നമ്മൾ ഈ ബേസിൻ ഫ്ലഡിങ് അല്ലെങ്കിൽ റിംഗ് ബേസിന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് കൂടെ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മുടെ സോയിൽ സോൺസ് പറയുന്ന സമയത്ത് 3 വാട്ടറിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോൺസ് ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാവിറ്റേഷണൽ വാട്ടർ, അതിനെ തന്നെ സൂപ്പർഫ്ലൂസ് വാട്ടർ എന്ന് പറയും. സെക്കൻഡ് കാപ്പിലാരിറ്റി വാട്ടർ, തേർഡ് ഹൈഡ്രോസ്കോപ്പിക് വാട്ടർ. ഓക്കെ, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഇതിൽ മെയിനായിട്ട് PSC പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടർ ഇതിലേതാണ്? പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് കാപ്പിലറി വാട്ടറാണ്. കാപ്പിലറി വാട്ടർ മാത്രമേ പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടറായിട്ട് പറയുന്നുള്ളൂ. ഇനി ഇതിൽ 1-2 ടേംസ് കൂടെ ഉണ്ട്. സാച്ചുറേഷൻ കപ്പാസിറ്റി. സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ബേസിസിൽ തന്നെ വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സാച്ചുറേഷൻ കപ്പാസിറ്റി. ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്താൽ ഫീൽഡ് കപ്പാസിറ്റി. ഇനി ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, വാട്ടർ പെട്ടെന്ന് തന്നെ റൂട്ടിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, വെള്ളം കിട്ടും പക്ഷെ പാടാണ്. അൾട്ടിമേറ്റ് വിൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ ചെടി നശിച്ചു പോയിട്ടുണ്ടാവും. ഇനി ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ ആണ്. അത് 75% ആണ്. അവൈലബിൾ മോയ്സ്ചറിൻ്റെ ഒരു 75% ആണ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിക്കും ടെമ്പററി വിൽറ്റിംഗ് പോയിന്റിനും ഇടയിൽ വരുന്ന അത്രയും പോർഷനെയാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഈ അവൈലബിൾ മോയ്സ്ചറിൻ്റെ 75% ആണ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ക്രോപ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ക്രോപ്പ് എന്ന് പറയുമ്പോൾ വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്സ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്നിട്ട് നമുക്ക് ക്രോപ്പ് പീരീഡ് എന്താണ്, ബേസ് പീരീഡ് എന്താണെന്ന് ഉള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ റാബി ക്രോപ്സും ഖാരിഫ് ക്രോപ്പുമാണ്. റാബി ക്രോപ്സ് ആൻഡ് ഖാരിഫ് ക്രോപ്പ്. ഇതിൽ റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒക്ടോബർ ടു മാർച്ച് ടൈമാണ് റാബി ക്രോപ്സിന് വരുന്നത്. ഒക്ടോബർ ടു മാർച്ചാണ് റാബി ക്രോപ്സിന് വരുന്നത്. ഇതിനെ വിൻ്റർ ക്രോപ്സ് എന്നാണ് പറയുന്നത്. ഓട്ടം സീസണിലായിരിക്കും ഇതിനെ സോൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലായിരിക്കും. ഓക്കെ, ഈ ഒക്ടോബർ ടു മാർച്ച് എന്ന് പറയുമ്പോൾ 1 ഒക്ടോബർ ടു 31 മാർച്ച്. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാം, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സാമ്പിൾ അതാണ് അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. വീറ്റ് ഉണ്ട്, അതുപോലെ ബാർലി, ഓട്സ്, പീസ്, ഗ്രാം, മസ്റ്റർഡ്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. കുറച്ചെങ്കിലും നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ദെൻ ഖാരിഫ് ക്രോപ്പ്. ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് മൺസൂൺ ക്രോപ്സ് ആണ്. അപ്പോൾ ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് മൺസൂൺ ക്രോപ്സ് ആണ്. സോൺ ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണും ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടം സീസണും ആണ്. ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ്. എന്ന് വെച്ചാൽ 1 ഏപ്രിൽ ടു 13 സെപ്റ്റംബർ ആണ് പറയുന്നത്. ഈ ഖാരിഫിന് എക്സാമ്പിളാണ് റൈസ്, മൈസ്, മില്ലറ്റ്സ്, ജോവർ, ബജ്ര, റാഗി, സോയാബീൻ, പിന്നെ കോട്ടൺ, പൾസസ്, ടർമറിക്. ഇതെല്ലാം തന്നെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഖാരിഫിൻ്റെ എക്സാമ്പിളാണ്. സ്വാനി ക്രോപ്സ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. അടുത്ത് പറയുന്നത് ഇതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് സെയ്ദ് ക്രോപ്സ്. ഈ സെയ്ദ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർവെൽ കാണത്തില്ലേ, അതാണ് സെയ്ദ് ക്രോപ്സ്. ഹോട്ട് വെതർ ക്രോപ്സ് എന്ന് പറയാം. മാർച്ച് ടു ജൂൺ ആണ് വരുന്നത്. കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് ടു ജൂൺ. നമ്മുടെ ഈ ഒരു വേനൽക്കാലം എന്ന് പറയത്തില്ലേ, ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് വാട്ടർ മിലൺ, കുക്കുംബർ. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്.
അതുപോലെ ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 to 3 times മോർ വാട്ടർ റാബി ക്രോപ്സിനെ അപേക്ഷിച്ച് വേണം. പക്ഷേ ഡ്യൂട്ടീസ് കൂടുതൽ എപ്പോഴും വരുന്നത് റാബി ക്രോപ്സിന് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ക്രോപ്പ് റേഷ്യോ എന്താണ്? ക്രോപ്പ് റേഷ്യോ. ഓക്കെ, ക്രോപ്പ് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഈ റാബിയുടെയും ഖാരിഫിൻ്റെയും ഇറിഗേറ്റ് ചെയ്യുന്ന ഏരിയയുടെ റേഷ്യോ ആണ്. ഓക്കെ, റാബിയുടെ ഏരിയ ബൈ ഖാരിഫിൻ്റെ ഏരിയയുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രോപ്പ് റേഷ്യോ കിട്ടും. 2:1 റേഞ്ചാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു 1-2 ക്രോപ്സിൻ്റെ കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ക്രോപ്സ്, വെറ്റ് ക്രോപ്സ്. ഇതിന് ചോദിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇറിഗേറ്റ് ചെയ്താൽ മാത്രം ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഏതിലാണെന്ന് ചോദിച്ചാൽ വെറ്റ് ക്രോപ്സും, വെള്ളം കിട്ടിയില്ല എങ്കിലും കുറച്ച് നാൾ നമുക്കത് അതിൽ പ്ലാന്റ് ഈൽഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ക്രോപ്സും ആണ്. ഓക്കെ, ഡ്രൈ ക്രോപ്സിന് എക്സാമ്പിൾ വീറ്റ്, ബാർലി, ഓട്സ്. വെറ്റ് ക്രോപ്സിന് എക്സാമ്പിൾ റൈസ്, മെയ്സ്, മില്ലറ്റ്. അടുത്ത പ്രീവിയസ് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്. എന്താണ് ക്രോപ്പ് പീരീഡ്, എന്താണ് ബേസ് പീരീഡ് എന്നാണ്. നമ്മൾ സോ ചെയ്യുന്നതിനും ഹാർവെസ്റ്റ് ചെയ്യുന്നതിനും ഇടയിലുള്ള ആ ഒരു ടോട്ടൽ ടൈം പീരീഡിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫസ്റ്റ് വാട്ടറിങ് എപ്പോഴെന്ന് ചോദിച്ചാൽ സോ ചെയ്യുന്നതിന് മുന്നേ, ഓക്കെ, ബിഫോർ സോയിങ് ആൻഡ് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഏതിനാണ് വാല്യൂ എന്ന് ചോദിച്ചാൽ ക്രോപ്പ് പീരീഡ് ആയിരിക്കും. ഓക്കെ, ക്രോപ്പ് പീരീഡ് ആയിരിക്കണം ബേസ് പീരീഡിനേക്കാളും ഗ്രേറ്റർ വാല്യൂ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് ക്രോപ്പ് പീരീഡും അതുപോലെ തന്നെ ബേസ് പീരീഡും കുറച്ചുകൂടെ ക്ലിയർ ആവും. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, സോ ചെയ്യുന്നതിനും ഹാർവെസ്റ്റ് ചെയ്യുന്നതിനും ഇടയിലുള്ള ആ ഒരു വാട്ടറിംഗ് ആണ്. പക്ഷേ ബേസ് പീരീഡ് നോക്കിക്കേ, ഫസ്റ്റ് വാട്ടറിങ്ങും ലാസ്റ്റ് വാട്ടറിങ്ങിനും ഇടയിലാണ്. ആ വീക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ക്രോപ്പ് പീരീഡ് ആയിരിക്കും ബേസ് പീരീഡിനേക്കാളും ഗ്രേറ്റർ. അടുത്ത് പറയുന്ന പാലിയോ ഇറിഗേഷൻ ആണ്. എന്താണ് പാലിയോ ഇറിഗേഷൻ? ഇതൊക്കെ പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. പാലിയോ, കോറ്, ക്രോപ്പ് വാട്ടർ, ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡൊക്കെ. അപ്പോൾ അത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് പാലിയോ ഇറിഗേഷൻ? പാലിയോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിങ് ഡൺ ബിഫോർ ദി സോയിങ് ഓഫ് ക്രോപ്പ്. സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർ വാട്ടറിങ്. നമ്മുടെ പ്ലാന്റ് ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ വളർന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വീഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ആ ഒരു വാട്ടറിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ 3 കോർ വാട്ടറിങ് ഡെപ്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈസ് 90 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിൻ 16.5 സെൻറ്റിമീറ്റർ, വീറ്റ് 13.5 സെൻറ്റിമീറ്റർ. അടുത്ത് പറയുന്ന ഡ്യൂട്ടി ഓഫ് വാട്ടർ ആണ്. ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഹെക്ടറിലാണ് നമ്മളിപ്പോൾ ലാൻഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു കപ്പാസിറ്റി. ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ഡി. ഓക്കെ, ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏരിയ ബൈ ഡിസ്ചാർജ് എന്നുള്ളൊരു ഇക്വേഷൻ കൂടി അവിടെ വരുന്നുണ്ട്. എത്ര ഏരിയയാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ഇറിഗേറ്റ് ചെയ്യുന്നത് അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഏരിയ എടുക്കുന്ന ഹെക്ടേഴ്സ് ആണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ക്യുമെക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെക്ടർ പെർ ക്യുമെക്. ക്യുമെക് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിന് ഈക്വലാണ് ക്യുമെക്. ഓക്കെ, അടുത്ത് പറയുന്ന ഡെൽറ്റ എന്തെന്നാണ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇറിഗേറ്റ് ചെയ്യുന്ന ഡെപ്ത് ബേസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊരു റേഷ്യോ കണക്കിൽ പറയുകയാണെങ്കിൽ വോളിയം ബൈ ഏരിയ എന്നും പറയാം. വോളിയം മീറ്റർ ക്യൂബ് ബൈ ഏരിയ മീറ്റർ സ്ക്വയർ. സോ നമുക്ക് കിട്ടുന്ന മീറ്റർ. ഓക്കെ, 2 എക്സ്പ്രഷനാണ് വരുന്നത്. ടോട്ടൽ ഡെപ്തിലാണ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയും. അതുപോലെ വോളിയം ബൈ ഏരിയയുടെ റേഷ്യോ എടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? നമ്മൾ ഡെൽറ്റ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഈ വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. അതിൽ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ റൈസ്, ഷുഗർ കെയിന്, അതുപോലെ ടൊബാക്കോ, കോട്ടൺ, ഇതൊക്കെ വീറ്റ്, ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റൈസ് 120 സെൻറ്റിമീറ്റർ, ഷുഗർ കെയിന് 120, ടൊബാക്കോ 75, കോട്ടൺ 50, വീറ്റ് 40 അല്ലെങ്കിൽ 37, കറക്റ്റ് വരുന്ന 37.5, റൗണ്ടഡ് ആയിട്ട് 40 സെൻറ്റിമീറ്റർ. ഇത്രയുമെങ്കിലും നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം.
ഓക്കെ, ഇതിൻ്റെ എക്സ്പ്രഷൻ അതാണ് അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ്. 8.64 B/D ഡെൽറ്റ ഈസ് ഇക്വൽ ടു, ഇത് മീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലോട്ട് വന്നാൽ 864 B/D ആണെന്ന് വരും. ഡെൽറ്റ ഈസ് ഇക്വൽ ടു 864 B/D എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വച്ചേക്കുക. 2 ഇക്വേഷനും ഉണ്ട്. നമുക്ക് മിക്ക ടെസ്റ്റിലും റെഫർ ചെയ്താൽ കാണാൻ പറ്റുന്നത് മീറ്ററിലുള്ള റിലേഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ റാബി ക്രോപ്സിൻ്റെ കുറച്ച് ഫിഗേഴ്സാണ്. വീറ്റ്, ഓട്ടോ, ചിക്പി, മസ്റ്റാർഡ്, ആൽമണ്ട്, ബ്രക്കോളായി. അതുപോലെ ഖാരിഫിൻ്റെ ആണെങ്കിൽ റൈസ്, കോൺ, സോയാബീൻ, ഷുഗർ കെയിൻ, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ. ഇത് നമ്മൾ തൊട്ട് മുന്നേ ക്രോപ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സെയ്ദ് ക്രോപ്പിൽ വരുന്ന വാട്ടർമെലൺ, ബിറ്റർ ഗാർഡ്, മസ്ക് മെലോൺ, കുക്കുംബർ, പംകിൻ. ഇതെല്ലാം സെയ്ദിൽ വരുന്നതാണ്. അടുത്ത് പറയുന്ന കമാൻഡ് ഏരിയ ആണ്. ഫസ്റ്റ് പറയുന്ന ഗ്രോസ് കമാൻഡ് ഏരിയ. നമ്മളിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലാൻഡിനെയാണ് നമ്മൾ ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഗ്രോസ് കമാൻഡ് ഏരിയയുടെ വേറൊരു പേര് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ്, അയാക്കട്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഏരിയയും അതിൽ കൂടെ അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയയും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് കമാൻഡ് ഏരിയ അല്ലെങ്കിൽ അയാക്കട്ട് എന്ന് പറയുന്നത്. കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃഷി ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ഏരിയയിൽ നിന്നും കുറച്ച് ഭാഗം എന്ത് ചെയ്യും, നമുക്ക് അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ളത് കാണും. അപ്പോൾ ടോട്ടൽ ഏരിയയിൽ നിന്ന് അൺകൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ മൈനസ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നതാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്ന അത്രയും ഭാഗത്തിനെയാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് പറയുന്നതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് നമ്മൾ പെർസെൻറ്റേജിലാണ്. നമ്മൾ ഈ കൾച്ചറബിൾ കമാൻഡ് ഏരിയയിൽ എത്രയാണ് ആനുവലി ഇറിഗേറ്റ് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഇറിഗേറ്റഡ് ബൈ കൾച്ചറൽ കൾട്ടിവേറ്റഡ് ഏരിയ ഇൻറ്റു 100 ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തിനി പറയുന്നൊരു ടേമാണ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ്. ഓക്കെ, ആ ഔട്ട്ലെറ്റിലുള്ള ഡ്യൂട്ടി ഓഫ് വാട്ടറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നോക്കാം, ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് നോൺ ആസ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് സ്ഥിരം ചോദിക്കുന്ന 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. ജസ്റ്റ് അതുകൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ദി കനാൽ ഹാസ് ആക്ച്വലി റൺ. ഓക്കെ, ആക്ച്വലി റൺ ചെയ്ത കനാലിൻ്റെ നമ്പർ ഓഫ് ഡേയ്സും, അതുപോലെ തന്നെ ആ താഴെ പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് തന്നെ, പക്ഷേ എന്തിൻ്റെ, ഇറിഗേഷൻ പീരീഡിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇറിഗേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ ബേസ് പീരീഡ്. ഓക്കെ, ടൈം ഫാക്ടർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡേയ്സ് ദി കനാൽ ഹാസ് ആക്ച്വലി റൺ ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ്. അതിനെയാണ് നമ്മൾ ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്റി ഫാക്ടർ. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, മീൻ സപ്ലൈ ഡിസ്ചാർജ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. മീൻ സപ്ലൈ ഡിസ്ചാർജ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ആണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, ഡിസൈൻ ഡിസ്ചാർജ്. എല്ലാം പ്രീവിയസ് ചോദിച്ചതാണേ. ഡിസൈൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ബൈ ടൈം ഫാക്ടർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കനാലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കനാലിൻ്റെ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ട് ഫീഡർ കനാൽ, കാരിയർ, കമ്മ്യൂട്ടർ, ലിങ്ക് കനാൽ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഫീഡർ കനാൽ എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കനാലാണ്. ഡയറക്റ്റ് നമുക്ക് പാടത്തിലോട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, ഇറിഗേഷൻ ചെയ്യത്തില്ല. കാരിയർ കനാൽ എന്ന് വെച്ചാൽ ഫീഡും ചെയ്യും, വേറൊരു
കനാലിൻ്റെ വാട്ടർ എന്ത് ചെയ്യും, ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ കാരിയർ കനാൽ. കമ്മ്യൂട്ടർ കനാൽ അല്ലെങ്കിൽ നാവിഗേഷണൽ കനാൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷന് ബേസ് ചെയ്തിട്ട് വരുന്നതാണ് കമ്മ്യൂട്ടർ അല്ലെങ്കിൽ നാവിഗേഷണൽ കനാൽ എന്ന് പറയുന്നത്. ലിങ്ക് കനാൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് റിവേഴ്സിനെ തമ്മിൽ വാട്ടർ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന കനാലിനെയാണ് ലിങ്ക് കനാൽ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് നമ്മുടെ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ട് നമ്മളിതിൽ പറയാനുള്ള ഇറിഗേഷൻ കനാലല്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഉള്ളത് പവർ കനാൽ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു 2 കണ്ടിന്യൂഷനാണ് പറയുന്നത്. വേറൊന്നുമല്ല, പവറിന് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പവർ കനാലും സാധാരണ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ഇറിഗേഷൻ കനാൽ. അടുത്ത് പറയുന്നത് ഡിസ്ചാർജ് ബേസ് ചെയ്തിട്ടാണ്. ഡിസ്ചാർജ് ബേസ് ചെയ്തിട്ട് ആദ്യം പറയുന്ന മെയിൻ കനാലാണ്. മെയിൻ കനാലിൽ നിന്നായിരിക്കും നമ്മൾ ബ്രാഞ്ച് കനാലിലോട്ട് പോകുന്നത്. ബ്രാഞ്ച് കനാലിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ ഡിസ്ചാർജ് 5 ക്യുമെക്കിനെക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രാഞ്ച് കനാൽ എന്ന് പറയുമ്പം പാടത്തോട്ട് നമ്മുടെ ഫാമിലോട്ട് ഡയറക്റ്റ് ഇറിഗേറ്റ് ചെയ്യാം, ഇറിഗേറ്റ് ചെയ്യാതെയും ഇരിക്കാം. അടുത്ത് പറയുന്ന മേജർ ഡിസ്ട്രിബ്യൂട്ടറിയാണ്. മേജർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ 0.25-നും 5 ക്യുമെക്കിനും ഇടയിലാണ് വരുന്നത് മേജർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഇതും എങ്ങനെയാണ്, ഫീൽഡിലോട്ട് ഡയറക്റ്റ് ഇറിഗേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ, മേ ഓർ മേ നോട്ട് ഡു ഡയറക്റ്റ് ഇറിഗേഷൻ. ദെൻ മൈനർ ഡിസ്ട്രിബ്യൂട്ടറി. മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ ഡിസ്ചാർജ് ഈസ് ലെസ് ദാൻ 0.25 ക്യുമെക്കാണ് വരുന്നത്. യൂഷ്വലി ഡയറക്റ്റ് ഇറിഗേഷൻ പോസിബിൾ ആണ്. ഇതിനെ നമ്മൾ മൈനേഴ്സ് എന്നും പറയാറുണ്ട്. ലാസ്റ്റ് വാട്ടർ കോഴ്സസ് ആണ്. വാട്ടർ കോഴ്സസ് എന്ന് വെച്ചാൽ ചെറിയ ചാനൽസ് ആണ്. നമ്മൾ ഫീൽഡിലോട്ട് പോകുന്ന വാട്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ചെറിയ എന്തിന് ഈ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ചെറിയ ചാനൽസിനെയാണ് നമ്മൾ വാട്ടർ കോഴ്സസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊരു ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു റിവറുണ്ട്. റിവറിൽ നമ്മൾ ഇപ്പം കനാൽ കട്ട് ചെയ്യുകയാണ്. അതിൽ കനാൽ ഹെഡ് റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്. ഈ മെയിൻ എടുക്കുന്ന കനാലിൻ്റെ മെയിൻ കനാലെന്നും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്ന് ബ്രാഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ബ്രാഞ്ചിൽ നിന്ന് ഡയറക്റ്റ് മൈനറാണ് കട്ട് ചെയ്തേക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പം ബ്രാഞ്ചിൽ നിന്ന് നേരെ മേജറിലോട്ടായിരിക്കും പോകുന്നത്, മേജറിൽ നിന്നായിരിക്കും മൈനർ, മൈനറിൽ നിന്ന് നേരെ എന്ത് ചെയ്തു, വാട്ടർ കോഴ്സ് നേരെ ഫീൽഡിലോട്ട് വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ മനസ്സിലിരുന്നാലും മതി, നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങൾ ഐഡിയ കിട്ടും. അടുത്ത അലൈൻമെൻറ്റ് ബേസ് ചെയ്ത് ഇതിൽ നിന്ന് പ്രീവിയസ് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് കനാൽസ് അലൈൻമെൻറ്റ് ബേസ് ചെയ്തിട്ട് വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ അതിന് റിഡ്ജ് കനാൽ എന്ന് പറയാം. പിന്നെയുള്ള കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ. വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ഓൾട്ടിറ്റ്യൂഡുള്ള ഏരിയയിൽ നിന്നായിരിക്കും, എന്ന് വെച്ചാൽ ഒരു പീക്ക് ലെവലിൽ നിന്നായിരിക്കും ഇവിടുത്തെ ഇറിഗേഷൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് 2 സൈഡ്സിലോട്ടും എന്താണ്, റിഡ്ജ് കനാലിൽ ഇറിഗേഷൻ പോസിബിളാണ്. അതുപോലെ ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. കോണ്ടൂർ കനാൽ. കോണ്ടൂർ കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോണ്ടൂർ ഏരിയയ്ക്ക് പാരലായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. 1 സൈഡ് ഇറിഗേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യം ഉണ്ട്. സൈഡ് സ്ലോപ്പ് ബൺ. സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾ വെച്ച് കോണ്ടൂർ ഏരിയ എടുത്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. ഇതിനും 1 സൈഡ് ഇറിഗേഷനേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ നോർമലി ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വാട്ടർ ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ഷെഡിൻ്റെ ബേസ് ചെയ്തിട്ട് വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് കനാലാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കനാലിൽ അടുത്ത് പറയുന്നത് സോഴ്സസ് ബേസ് ചെയ്തിട്ടാണ് പെർമനൻറ്റ് കനാലും ഇനൻഡേഷൻ കനാലും. പെർമനൻറ്റ് കനാലും ഇനൻഡേഷൻ കനാലും എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനൻ്റ് ആയിട്ടൊരു സോഴ്സ് ഉണ്ട്, ത്രൂ ഔട്ട് ദി ഇയറിൽ അവിടെ കണ്ടിന്യൂസ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർണിയൽ കനാൽസ് എന്ന് പറയുന്നത്. അടുത്ത് ഇനൻഡേഷൻ കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇനൻഡേഷൻ എന്താണെന്ന്. ഫ്ലഡ് വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് ഇനൻഡേഷൻ കനാൽ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ട് 2 ടൈപ്പാണ് പറയുന്നത്. അതാണ് പ്രൊട്ടക്റ്റീവും പ്രൊഡക്റ്റീവും. പ്രൊഡക്റ്റീവ് കനാൽ എന്ന് വെച്ചാൽ ഒരു റവന്യൂ, നമ്മൾ ഈ ഈൽഡൊക്കെ കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു റവന്യൂ കിട്ടുന്നെങ്കിൽ പ്രൊഡക്റ്റീവ്. അതേസമയം നമ്മളിപ്പോൾ അത്യാവശ്യം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് ഫുഡിന് വേണ്ടി മാത്രമാണ് അവിടെ ക്രോപ്പ് ഈൽഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിനെയാണ് പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നതിനെ പ്രൊട്ടക്റ്റീവ് കനാൽ എന്നായിരിക്കും പറയുന്നത്.
ഇനി കനാൽസിൻ്റെ ലൈനിങ് ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഉണ്ട്, അൺലൈൻഡും ലൈൻഡും. അൺലൈൻഡ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മൾ എർത്ത് ആൻഡ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണുന്ന നോർമലി വേറെ ഒന്നും കോൺക്രീറ്റ് ഉണ്ട് ലൈനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്തതിനെല്ലാം തന്നെ അൺലൈൻഡ് കനാൽ എന്നാണ് പറയുന്നത്. അതിന് സീപ്പേജ് ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ ലൈൻഡ് കനാൽ എന്ന് പറയുമ്പോൾ വാട്ടർ ലോസസ് ഒന്നും കാണത്തില്ല, സീപ്പേജ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്ത് പറയുന്നത് നമ്മുടെ കനാലിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്. കനാലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ 2 ബാങ്ക്സിന് തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ പറയുന്നത് ബ്രീച്ച് എന്നാണ്. ഓക്കെ, ബ്രീച്ച്, 2 ബാങ്ക്സിനിടയിലുള്ള ഗ്യാപ്സ് ക്രിയേറ്റഡ് ഇൻ ദ ബാങ്ക് ഓഫ് കനാൽ ഈസ് നോൺ ആസ് ബ്രീച്ച്. ദ നെക്സ്റ്റ് ടേം ബേം എന്താണ്? ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായി. കട്ടിങ്ങിൻ്റെ ടോപ്പും ഫില്ലിങ്ങിൻ്റെ ബോട്ടം പോർഷനും ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവലും ടോപ്പ് ഓഫ് ദി ബാങ്കിൻ്റെയും ഇടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡവൽ എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കണ്ടു കാണും. വേറൊന്നുമല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡവല അല്ലെങ്കിൽ ഡവൽ. ഒരു പ്രൊട്ടക്റ്റീവ് എംബാക്ക്മെൻ്റ് ആണ്. നമ്മൾ വണ്ടിയൊക്കെ നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ നമ്മുടെ ഇതിലോട്ട് കനാലിലോട്ടൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ മെഷറായിട്ട് കൊടുക്കുന്നതാണ് ഡൗല അല്ലെങ്കിൽ ഡവല്. ഇതിൽ നമ്മൾ ടോപ്പ് വിഡ്ത്ത് അറിഞ്ഞിരിക്കുക, ഒരു 30 to 40 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1.5:1 ആണ് വരുന്നത്. ഓക്കെ, അടുത്താണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കിനെ കുറിച്ച് നോക്കുന്നത്. ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ റിവറിലെ എന്ന് വെച്ചാൽ നമ്മളിപ്പം റിവറിന് എക്രോസ് ആയിട്ടായിരിക്കും ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. റിവറിൽ നിന്ന് കനാലിലോട്ട് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക് യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴും കനാലിൻ്റെ ഹെഡിലായിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. പെർണിയൽ റിവേഴ്സിലായിരിക്കും എപ്പോഴും നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് കൊടുക്കുക. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ട് അപ്സ്ട്രീം സൈഡിൽ റൈസ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലായിരിക്കും മെയിനായിട്ട് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് ഡൈവേർഷൻ ഈസി ആവത്തുള്ളൂ. കനാൽസിലോട്ട് റെഗുലർലി നമുക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ സിൽറ്റിൻ്റെ എൻട്രിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ നാരോ ആൻഡ് വെൽ ഡിഫൈൻഡ് റിവർ സെക്ഷൻസിലും അതുപോലെ തന്നെ കോസ്റ്റും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏത് സ്ഥലത്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്. മെയിനായിട്ട് ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പം 2 ടൈപ്പിലാണ് പറയുന്നത്. ഒന്ന് ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്കും ഒന്ന് പെർമനൻറ്റ് ഡൈവേർഷൻ ഹെഡ് വർക്കും. ടെമ്പററി ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ബണ്ടില്ലേ, അതൊക്കെയാണ് ടെമ്പററി എന്ന് പറയുന്നത്. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ വിയർ ബാരേജ് ഒക്കെ വരുന്നതാണ് പെർമനൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മാർജിനൽ ബൺസ് ആണ്. മാർജിനൽ ബൺസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു എംബാക്ക്മെൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഫ്ലഡൊക്കെ വരുന്ന സമയത്തായാലും ശരി ആ വാട്ടർ അകത്തോട്ട് കയറാതിരിക്കാനും അത് തിരിച്ച് അങ്ങോട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മാർജിനൽ ബൺസ് കിട്ടുന്നത്. അടുത്ത് പറയുന്ന ഗേറ്റ് ബാങ്ക് ആണ്. ഗേറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ റിവറിലുള്ള വാട്ടറിൻ്റെ ഫ്ലോയെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്മൂത്ത് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗേറ്റ് ബാങ്ക് കൊടുക്കുന്നത്. അടുത്ത് നമ്മളിതിൽ നോക്കുന്നത് ഡിവൈഡ് വാളാണ്. ഡിവൈഡ് വാളിനെ തന്നെ നമ്മൾ ഡിവൈഡ് ഗ്രോയിൻസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് പറയുമ്പം കോൺക്രീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മേസണറി കൊണ്ടായിരിക്കും നമ്മൾ ഡിവൈഡ് വാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റിവർ ഫ്ലോ എങ്ങനെയാണോ കറക്റ്റ് അതിന് എങ്ങനെയായിരിക്കും ആ ഒരു റിവർ ഫ്ലോയുടെ ഇതിന് പാരലായിട്ടായിരിക്കും നമ്മളിത് ചെയ്തിരിക്കുന്നത്. റിവർ ഈ രീതിയിലല്ലേ ഫ്ലോ ചെയ്യുന്നത്, സോ ആ രീതിയിൽ പാരലായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഡിവൈഡ് വാൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വിയർ എടുത്തു കഴിഞ്ഞാൽ വിയറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ശ്രദ്ധിക്കുക, റിവറിൻ്റെ ഫ്ലോയ്ക്ക് പാരലലും അതുപോലെ വിയറിൻ്റെ ആക്സിസിന്, വിയർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് വിയർ എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡിവൈഡ് വാൾ സെറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മൾ അണ്ടർ സ്ലൂയിസസിൻ്റെ വിയറിൽ തന്നെ അണ്ടർ സ്ലൂയിസസിൻ്റെ പോർഷൻസ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഡിവൈഡ് വാളാണ്. നോക്കിക്കേ, ഈ ഡിവൈഡ് വാളിനോട് ചേർന്ന് വരുന്ന വേറൊരു വാളാണ് എന്തെന്ന് പറയുന്നത് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന എല്ലാം ഫിഷ് ലാഡറിലുള്ള ബഫിൾ വാൾസ് ആണ്.
ഇനി എന്താണ് ഫിഷ് ലാഡറിൻ്റെ യൂസ് എന്ന് ചോദിച്ചാൽ, ഫിഷസിനുള്ള ഈസി മൂവ്മെൻറ്റ് കൊടുക്കുന്നത് ഫിഷ് ലാഡറാണ്. ഇതിൽ ബഫിൾ വാൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ഫിഷ് നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ ബഫിൾ വാൾസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. എന്നിട്ട് കുറഞ്ഞു വന്ന അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് വീണ് കഴിഞ്ഞാൽ ആ ഫിഷിനൊന്നും സംഭവിക്കത്തില്ല. അതിനാണ് നമ്മൾ ബഫിൾ വാൾസ് കൊടുക്കുന്നത്. ഓക്കെ, ഫിഷ് ലാഡറിൽ. അപ്പോൾ ഫിഷ് ലാഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസി മൂവ്മെൻറ്റ് ഓഫ് ഫിഷിന് വേണ്ടിയിട്ടാണ്. അടുത്ത് പറയുന്ന അണ്ടർ സ്ലൂയിസസ്, ഈ സംഭവമാണ് അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസസ് എന്നാണ് പറയുന്നത്. ചെറിയൊരു ഓപ്പണിംഗ് ആണ്, നമ്മുടെ വിയർ അല്ലെങ്കിൽ ബാരേജിൽ കൊടുക്കുന്ന ചെറിയൊരു ഓപ്പണിങ്ങിനെയാണ് അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. ഇതിലൊരു ഗേറ്റ് ഗ്രൂഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം സിൽറ്റ് നിറയുന്ന സമയത്ത്, കംപ്ലീറ്റ് ഫില്ലാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വിടുക. അപ്പോൾ സിൽറ്റ് എല്ലാം കംപ്ലീറ്റ് പോകത്തക്ക രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റർ ആണ്. കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കനാലിൻ്റെ ഹെഡിലായിരിക്കും നമ്മളിത് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സിൽറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മൾ വിയറിൻ്റെ ആക്സിസ് ബേസ് ചെയ്ത് വരുമ്പോൾ 90 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫ്ലഡ് വാട്ടറൊന്നും അധികം അകത്തോട്ട് കടക്കാത്ത രീതിയിലായിരിക്കും നമ്മളിത് ചെയ്യുക. ഓക്കെ, കനാൽ ഹെഡ് റെഗുലേറ്റർ പറയുമ്പോൾ തന്നെ അതിലുള്ള 2 പാർട്ടാണ് അതിൽ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനോട് അടുപ്പിച്ച് വരുന്ന പാർട്ടാണ് സിൽറ്റ് എക്സ്ക്ലൂഡറും അതുപോലെ തന്നെ സിൽറ്റ് ഇജക്റ്റർ. സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിവറിലായിരിക്കും സിൽറ്റ് എക്സ്ക്ലൂഡർ വച്ചിട്ടുണ്ടാവുക. റിവറിൻ്റെ ബെഡിൽ ഹെഡ് റെഗുലേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, കനാലിലോട്ട് സിൽറ്റ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിൽറ്റ് എക്സ്ക്ലൂഡർ. ഓക്കെ, കനാലിലോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ. ഇത് വയ്ക്കുന്നത് റിവറിൻ്റെ ബെഡിൽ. രണ്ടാമത് പറയുന്നത് സിൽറ്റ് ഇജക്റ്റേഴ്സ് ആണ്. സിൽറ്റ് ഇജക്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേര് എക്സ്ട്രാക്റ്റേഴ്സ്. സിൽറ്റ് എക്സ്ട്രാക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കനാലിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ കനാലിലോട്ട് പോയതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ്ലി തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് സിൽറ്റ് ഇജക്റ്റർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിൽ പറയാനുള്ള കാര്യം. ഓക്കെ, ഇതിൽ എന്തൊക്കെ പോർഷൻസ് ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഇനി വിയറും ബാരേജും തമ്മിലുള്ളൊരു വ്യത്യാസം കൂടെ അറിഞ്ഞിരിക്കാം. വിയർ എന്ന് പറഞ്ഞാൽ വാട്ടർ ക്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യും. കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്ലോയ്ക്ക്. ട്രാൻസ്പോർട്ടേഷനൊന്നും ഇതിൻ്റെ മുകളിൽ കൂടെ അവൈലബിൾ അല്ല. പക്ഷേ ബാരേജ് നോക്കിക്കേ, ബാരേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ബാരേജിൽ മെയിനായിട്ട് ക്രസ്റ്റിൻ്റെ മുകളിൽ കൂടെയൊന്നും അങ്ങനെ ഫ്ലോ ചെയ്യത്തില്ല, കൺട്രോൾഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യാം, അലോ ചെയ്യാം. പക്ഷേ കൺസ്ട്രക്ഷൻ നോക്കുമ്പം വിയറിനേക്കാളും കൂടുതൽ കാശ് പോകുന്നത് എന്തിലായിരിക്കും, ബാരേജിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ മെയിനായിട്ട് 3 കണ്ടീഷൻസാണുള്ളത്. ഒന്ന് കനാൽ ഓവർ ഡ്രെയിൻ. ഓക്കെ, 2 ഡ്രെയിൻ ഓവർ കനാൽ. 3 രണ്ടും കൂടെ സെയിം ലെവലാണ്. ഓക്കെ, അപ്പോൾ കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ കനാൽ മുകളിലും ഡ്രെയിന് താഴെയോ ആണ്. രണ്ടാമത്തെ ഡ്രെയിൻ ഓവർ കനാൽ എന്ന് വെച്ചാൽ ഡ്രെയിൻ മുകളിൽ കനാൽ താഴെയുമാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്ഥിരം ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പതിവാണ്. ആദ്യം ഞാൻ പറയുന്നത് കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ കനാൽ മേളിലും ഡ്രെയിന് താഴെയുമായിട്ടുള്ള കണ്ടീഷനാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇത് എന്ത് ചെയ്യത്തില്ല, വാട്ടർ മിക്സ് ചെയ്ത് വരത്തില്ല. ഈ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഡ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിവർ ഫ്ലോ ആണ് കേട്ടോ, സ്ട്രീം. ഓക്കെ, അപ്പോൾ റിവറിൻ്റെ ഫ്ലോ നോക്കിക്കേ. റിവറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇത് കനാലിൻ്റെ ബെഡ് ലെവൽ, കുറച്ച് ടേംസ് ഒന്ന് അറിഞ്ഞിരിക്കുക. കനാലിൻ്റെ ബെഡ് ലെവൽ HFL എന്ന് പറയുന്നത് നമ്മളെ സ്ട്രീം അല്ലെങ്കിൽ ഡ്രെയിനിൻ്റെ ഫുൾ സപ്ലൈ ലെവലാണ്, ഹൈ ഫ്ലഡ് ലെവലാണ് HFL എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാണ്ട് ഈ കനാലിൻ്റെ ബെഡ് നോക്കിക്കേ, ഈ കനാലിൻ്റെ ബെഡ് ലെവലിനേക്കാളും താഴെയാണ് നമ്മുടെ ഡ്രെയിനിൻ്റെ HFL എങ്കിൽ എങ്ങനെയാണ്, കനാൽ ബെഡ് ലെവലാണ് കൂടുതൽ. ഓക്കെ, ഹൈറ്റിൽ നിൽക്കുന്ന കനാൽ ബെഡ് ലെവലല്ലേ, അതിനേക്കാളും കുറവാണ് HFL എങ്കിൽ അതിനെയാണ് നമ്മൾ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് നോക്കിക്കേ, ആ സ്ട്രീം അല്ലെങ്കിൽ ഡ്രെയിനിൻ്റെ വാട്ടർ ഏത് ലെവലിലാണ് പോയിരിക്കുന്നത്, കനാലിൻ്റെ ബെഡ് ലെവലിനേക്കാളും മേളിലായില്ലേ. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ കുറവല്ലേ. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ കുറവും HFL കൂടുതലുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് സൈഫൺ അക്യുഡക്റ്റ് എന്ന്
പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കറക്റ്റായി കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വേറൊന്നുമല്ല, അക്വിഡക്റ്റിൻ്റെ റിവേഴ്സ് സൂപ്പർ പാസേജും അടുത്ത കനാൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു രീതിയിൽ വരുന്നത്, റിലേറ്റ് ചെയ്ത് വരുന്നത് സൂപ്പർ പാസേജും, സൈഫൺ അക്വിഡക്റ്റിന് വരുന്നത് കനാൽ സൈഫണും ആയിരിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. ഇപ്പം ഇതിൽ കറക്റ്റ് കനാൽ സൈഫൺ അറിയാൻ പറ്റില്ല, കാരണം ഇത് കനാലും മേളിലുള്ളത് സ്ട്രീമും ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ ഡ്രെയിന്. അപ്പോൾ മേളിൽ എന്താണ് വരുന്നത്? മേളിൽ ഞാൻ ഡ്രെയിനാണ് എടുത്തിരിക്കുന്നത്, ഞാൻ താഴെ എടുത്തിരിക്കുന്നത് കനാലാണ്. ഓക്കെ, ഡ്രെയിനും കനാലും. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് സൂപ്പർ പാസേജ് ആണ്. സൂപ്പർ പാസേജ് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ, അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ. ഓക്കെ, കനാൽ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലഡ് ലെവൽ അല്ല, ഫുൾ സപ്ലൈ ലെവൽ FSL എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് കനാലിൻ്റെ എന്ത് സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത് കനാലിൻ്റെ സപ്ലൈ ലെവൽ. ഈ കനാൽ നോക്കിക്കേ, കനാലിൻ്റെ ഇതുവരെയാണ് കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ. സോ FSL ഇതാണ് FSL. അപ്പോൾ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് ഡ്രെയിനിൻ്റെ ബെഡ് ലെവലിനേക്കാളും താഴെയല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ കൂടുതലും ഫുൾ സപ്ലൈ ലെവൽ താഴെയുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. ഇനി അതേസമയം തിരിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ പറഞ്ഞില്ലേ, അത് ഈ ഒരു ഫുൾ സപ്ലൈ ലെവൽ നമ്മുടെ ബെഡ് ലെവലും കഴിഞ്ഞ് പോവുകയാണ്. ശ്രദ്ധിക്കുക, ഡ്രെയിനിൻ്റെ ബെഡ് ലെവലും കഴിഞ്ഞ് കയറി പോവുകയാണ് എങ്കിൽ എങ്ങനെ എഴുതാം? ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ എന്താണ് അവിടെ? ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ കുറവാണ്. എന്താണ് കൂടുതൽ? ഫുൾ സപ്ലൈ ലെവലാണ് കൂടുതൽ. FSL കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കനാൽ സൈഫൺ. ഇതിനെയാണ് കനാൽ സൈഫൺ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ കുറവും ഫുൾ സപ്ലൈ ലെവൽ കൂടുതലുമാണെങ്കിൽ അതിനെ നമുക്ക് കനാൽ സൈഫൺ എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ രണ്ട് കണ്ടീഷൻ പഠിച്ചു വെച്ചാൽ അത് റിലേറ്റ് ചെയ്തെടുക്കാം അക്വഡക്റ്റ് സൂപ്പർ പാസേജിൻ്റെ ഇതിലോട്ട്. കാരണം വ്യത്യാസം ഇത്രേ വരുന്നുള്ളൂ. കനാൽ മുകളിലായിരുന്നത് നേരെ എന്ത് ചെയ്യും? കനാൽ താഴെയോട്ട് വരും. അത്രയേ ഉള്ളൂ സൂപ്പർ പാസേജിൻ്റെ വ്യത്യാസം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കനാൽ സൈഫൺ. അത് എന്തിൽ റിലേറ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞാൽ സൈഫൺ അക്വഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് റിവർ. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? മൗണ്ടെയ്ൻസിൽ നിന്ന് വരുന്നുണ്ട്. സോ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ക്ലാസിഫിക്കേഷൻ പോലെ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഡാം കൺസ്ട്രക്ഷനാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യുന്നതെന്ന് പറയുമ്പം ഡാം കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്റ്റേജ് ഏത് എന്ന് ചോദിച്ചാൽ അത് റോക്കി സ്റ്റേജാണ്, അല്ലെങ്കിൽ അതിനെ മൗണ്ടേനിയസ് സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സ്റ്റേജാണ് റോക്കി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പം അവിടെയുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്കാണ്. സോ ആ ഒരു സ്റ്റേജിനെ നമ്മൾ ബൗൾഡർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ബൗൾഡർ സ്റ്റേജ്. വീണ്ടും തേർഡ് സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിയാൻഡറിങ് നടക്കുന്നത് ഏതിലാണ്? തേർഡ് സ്റ്റേജിലാണ്. അതിനെ നമുക്ക് അലൂവിയൽ അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, അലൂവിയൽ അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ്. സോ അവിടെയാണ് മിയാൻഡറിങ് ഒക്കെ ഒക്കർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാട്ടർ എന്ന് പറയുന്നത് നേരെ സീയിലോട്ടാണ് പോകുന്നത്. സോ അതിനെ നമുക്ക് ഡെൽറ്റായിക് സ്റ്റേജ് എന്നൂടെ പറയാം. സീയിലോട്ട് പോകുന്നതിന് ഡെൽറ്റായിക്സ്, അല്ലെങ്കിൽ ഒരു സോഴ്സിലോട്ട് പോകുന്നു. റിവർ ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി തന്നെ ആ കറക്റ്റ് ഡയറക്ഷനിലോട്ട് വെലോസിറ്റി കുറഞ്ഞ രീതിയിൽ ഹൈ സിൽറ്റുമായിട്ട് പോവുകയാണെങ്കിൽ അതാണ് ഡെൽറ്റായിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ റിവറിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചാണ് പറയുന്നത്. സോ ഇതാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. റോക്കി സ്റ്റേജ്, അല്ലെങ്കിൽ മൗണ്ടേനിയസ് സ്റ്റേജ്, ബൗൾഡർ സ്റ്റേജ്, അലൂവിയൽ ഓർ ട്രഫ് സ്റ്റേജ്, ലാസ്റ്റ് ഡെൽറ്റായിക് സ്റ്റേജ്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് മിയാൻഡറിങ് ലെങ്ത്. മിയാൻഡറിങ് എന്താണ്? റിവറിൻ്റെ
ഈ ഫ്ലോയുടെ വെലോസിറ്റി കുറയുന്ന സമയത്ത് അത് തോന്നിയതുപോലെ ഒഴുകാൻ തുടങ്ങും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിയാൻഡറിങ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലഡ് കാരണമൊക്കെ മിയാൻഡറിങ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് തിരിച്ചുള്ള കണ്ടീഷനായിരിക്കും വരുന്നത്. അതുപോലെ മിയാൻഡറിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇതിൽ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. മിയാൻഡറിങ് ലെങ്ത് കണ്ടോ, ഈ വേവ്സിൻ്റെ അപ്പെക്സ് പോർഷൻ തമ്മിൽ അല്ലെങ്കിൽ വെർട്ടെക്സ് പോർഷൻ്റെ ഇടയിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ മിയാൻഡറിങ് ലെങ്ത് എന്നും, ട്രാൻസ്വേഴ്സ് ഡിസ്റ്റൻസ് എടുത്താൽ വെർട്ടിക്കലി ഉള്ള മെഷർമെൻറ്റ് എടുത്താൽ അതിനെ മിയാൻഡറിങ് വിഡ്ത്ത് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഗ്രോയിൻസ്. ഗ്രോയിൻസിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്പർ. ഓക്കെ, ഗ്രോയിൻസ് അല്ലെങ്കിൽ സ്പർ. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോയിൻസ് ആണ് വരുന്നത്. ഇത് പൊതുവെ എങ്ങനെയായിരിക്കും, ബാങ്കിന് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റിംഗ് ഉണ്ട്, റിപ്പല്ലിംഗ്, ഡിഫ്ലക്റ്റിംഗ് ഒക്കെയാണ് മെയിനായിട്ട് പറയുന്ന ഗ്രോയിൻസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അട്രാക്റ്റിംഗ് ഗ്രോയിൻസ് നോക്കാം. ഡൗൺ സ്ട്രീം സൈഡിലോട്ട്, ഈ ഡൗൺ സ്ട്രീം സൈഡിൽ നോക്കിക്കേ, ഈ ഡൗൺ സ്ട്രീം സൈഡിലോട്ടുള്ള ഇൻക്ലിനേഷൻ വരുന്നത്. ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നതിനാണ് അട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ആംഗിൾ ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ടു 60 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുന്നത്. ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അട്രാക്റ്റിംഗ് ഗ്രോയിൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിപ്പല്ലിംഗ് ഗ്രോയിൻസ് ആണ്. നോക്കിക്കുക, അപ്സ്ട്രീം സൈഡിലോട്ടാണ് അവിടെ ഒരു ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത്. അത് എത്രയാണ്, 60 ഡിഗ്രി ടു 80 ഡിഗ്രി ആണ്. എന്ന് വെച്ചാൽ 60 ഡിഗ്രി ടു 80 ഡിഗ്രിയാണ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഗ്രോയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് റിപ്പല്ലിംഗ് ഗ്രോയിൻ ആണ്. ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ നോക്കിക്കേ, കറക്റ്റ് ബാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻ എന്ന് പറയുന്നത്. ലോക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന ഡിഫ്ലക്റ്റിംഗ് ഗ്രോയിൻസ് യൂസ് ചെയ്യത്തുള്ളൂ.